പിന്നെ എന്നെ 3 പ്രാവശ്യം ചവിട്ടാൻ നോക്കി. ചവിട്ടാൻ നോക്കിയപ്പോൾ വായു കൊണ്ട് രക്ഷപ്പെട്ടാണ്. അപ്പോൾ ചവിട്ടാൻ നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ സ്ട്രീറ്റ് ആയിട്ടുള്ളത് ഇത് ചവിട്ടുന്ന കറക്റ്റ് ഇത് വായു കൊണ്ട് ഞാൻ കണ്ണ് തുറന്നിട്ടുണ്ട്. കണ്ണ് തുറന്ന് കറക്റ്റ് എനിക്ക് കാണാൻ പറ്റും. ഞാനിക്കുണ്ടാവും നിൽക്കുന്ന മല പോലെ പോണ്ടറാ ചിന്തോ ഇങ്ങോട്ട് തിരിയോടാ. തിരിഞ്ഞ റിവേഴ്സ് എടുക്കാൻ പാടാട്ടോ ചിന്തോ. പോട്ടറ അവൻ ഇറങ്ങി പോയിട്ട് പോടാ, തിരക്കില്ലല്ലോ. എടാ അവിടുന്ന് ഒരുത്തം വരുന്നുണ്ടാ. നീ ഒന്ന് ഡിമ്മിട്ടോട് ഓടിച്ചു ബൈക്കടാ ഓടിച്ച് ഇങ്ങോട്ട്. എന്റെ ചെവിയിലൂടെ നമുക്ക് ബുള്ളറ്റിന്റെ ഹെൽമെറ്റാണ്. ഇത്രയും പവർ ഹെൽമെറ്റിന്റെ ഇവിടെ പൊട്ടി അവരെ ഗ്ലാസ് കംപ്ലീറ്റ് പൊട്ടി നടുവെ പൊട്ടിപ്പോയപ്പോ ഈ ഹെൽമെറ്റ് കംപ്ലീറ്റ് അപ്പം തന്നെ കൂടി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് പിന്നെ അപ്പൊ ഇത് കഴിച്ചു എന്തെങ്കിലും സത്യം വെച്ചാൽ ഇത് പൊട്ടിയപ്പോ എന്റെ തലയിൽ പൊട്ടിയെന്ന് വെച്ചാൽ മുകളിൽ മെല്ലെ മാറി അടുത്ത ഒരു ചിന്നമണി വിളിച്ചിട്ട് നേരെ ഒരു വണ്ടിയിലെടുത്തിട്ട് വണ്ടിയിലെടുത്തപ്പോൾ ഞാൻ മെല്ലെ കുറച്ച് വണ്ടി അതിനെ വണ്ടിയുടെ ഗുസ്തി ഞാൻ മെല്ലെ അവിടെ നിന്ന് എണീച്ച് ഓടുകയുണ്ടായി. ഓടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത ഒരാളെ വിളിച്ച് മാഞ്ചേരി ആൾ വന്ന് എന്റെ കൂട്ടുകാരുണ്ടാളെ വിളിച്ച് ഏകദേശം വന്ന് നമ്മൾ അവിടെ നിന്ന് പേടിയായിരുന്നു. ഏകദേശം 2 മണിയായപ്പോൾ സ്പോട്ടിൽ പോയി. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കാട്ടിക്കുളം പനവല്ലി റോഡിലാണ്. പനവല്ലി അടുത്തുള്ള ഒരു പ്രദേശത്താണ് നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം അതായത് മിനിഞ്ഞാന്ന് രാത്രി ഈ ഒരു പ്രദേശത്ത് ഒരു ബൈക്ക് യാത്രക്കാരന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായി. അദ്ദേഹം തലനാരിക്ക് രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഒരു പ്രദേശത്ത് വെച്ച് കാട്ടാനയുടെ മുമ്പിൽ പെടുകയും കാട്ടാന അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും അത്ഭുതകരമായിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വണ്ടി അദ്ദേഹം ഓടിച്ചുകൊണ്ടിരുന്ന ബുള്ളറ്റ് ആന നല്ല രീതിയിൽ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആന ആ ദേഷ്യം മുഴുവൻ ആ ബൈക്കിനിട്ടാണ് തീർത്തത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് ഇവിടുന്ന് ഒരു 500 മീറ്റർ മാറിയിട്ടുള്ള പ്രദേശത്താണ് കൃത്യം 1 വർഷം മുന്നേ നമ്മളൊരു സംഭവം നമ്മൾ കാണിച്ചിരുന്നു. ഒരു കാട്ടാന റോഡിലേക്ക് ഫെൻസിങ് ഒക്കെ തകർത്ത് പട്ടാപ്പകൽ ഇറങ്ങി വരുന്ന ഒരു രംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുറച്ച് രംഗം ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പുറത്തല്ലോ കൊമ്പനെ ഞാനിക്കുണ്ടാവും നിൽക്കുന്ന മല പോലെ പോണ്ടറാ ചിന്തോ ഇങ്ങോട്ട് തിരിയോടാ. തിരിഞ്ഞ റിവേഴ്സ് എടുക്കാൻ പാടാട്ടോ ചിന്തോ. പോട്ടറ അവൻ ഇറങ്ങി പോയിട്ട് പോടാ, തിരക്കില്ലല്ലോ. എടാ അവിടുന്ന് ഒരുത്തം വരുന്നുണ്ടാ. നീ ഒന്ന് ഡിമ്മിട്ടോട് ഓടിച്ചു ബൈക്കടാ ഓടിച്ച് ബൈക്കട ചക്കടാ. ഓടിച്ച് ഇങ്ങോട്ട് തിരി ആടാ ആച്ച കെട്ടിച്ച് പോയപ്പാ. നീ ബാക്കിറങ്ങി വാല് നോക്കി വേണ്ട ഇറങ്ങി പോട്ടെ. ആ ഒരു പ്രദേശത്ത് നിന്ന് ഒരു 500 മീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ മിനിഞ്ഞാന്ന് രാത്രി ഈ ഒരു സംഭവം നടന്നത്. മിനിഞ്ഞാന്ന് രാത്രി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് വ്യാഴാഴ്ചയാണ്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഈ ഒരു സംഭവം നടന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ആ ഒരു പ്രദേശം നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തെ നമുക്ക് കാണാനായിട്ട് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. ഹാരിഷ് എന്നാണ് ആ ചേട്ടൻ്റെ പേര്. പക്ഷേ പുള്ളിക്ക് ഈ 1-2 ദിവസമായിട്ട് ഈ ഒത്തിരി ആളുകളുടെ കോളുകളും അതുപോലെ തന്നെ ചാനലുകളുടെയൊക്കെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമല്ല ഈ മേലുവേനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കാരണം കാട്ടാന അദ്ദേഹത്തെ ഞെക്കുകയും അമർത്തുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റൊക്കെ ചെറിയ രീതിയിലൊക്കെ പൊട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് ഞാൻ കരുതി. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നില്ല. അദ്ദേഹം മറ്റൊരു ചാനലിന് വേണ്ടി എടുത്ത ഒരു വീഡിയോ നമ്മളിവിടെ കാണിക്കുന്നതുമായിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു വീഡിയോയും അതുപോലെ തന്നെ ആ ഒരു പ്രദേശമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളങ്ങനെ കാട്ടിക്കുളം പനവല്ലി റോഡിലാണുള്ളത്. കാട്ടിക്കുളത്തും പനവല്ലിയിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത്. ഇതാണ് ആ ഒരു ബുള്ളറ്റ് കേട്ടോ. ഈ ഒരു പ്രദേശമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ കാപ്പിത്തോട്ടങ്ങളാണ്. പല ആളുകളുടെ കാപ്പിത്തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാം ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന രംഗങ്ങളൊക്കെ കാണാം. പക്ഷേ എല്ലാം തന്നെ ആന തകർത്തിരിക്കുകയാണ്. ഒന്നും തന്നെ ബാക്കിയില്ല. കണ്ടോ, ഇവിടെ ഒന്നും ഒരു ഫെൻസിങ് പോലും ബാക്കിയില്ല. എല്ലാ ഫെൻസിങ്ങും ഇതാ ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം.
ഇവിടെ പല സ്ഥലങ്ങളിലും ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നും കാര്യമില്ല. ഫെൻസിങ് ചെയ്താലും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആന നശിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ റോഡ് സൈഡിലാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ആനയുടെ കാൽപ്പാടൊക്കെ നമുക്ക് ഇതുണ്ടോ കാണാം. ഇതൊക്കെ പല തവണയായിട്ട് പല സമയത്തൊക്കെ വന്നു പോയ സംഭവങ്ങളൊക്കെയാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ വഴിയെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഏതായാലും കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ആന ഈ ഭാഗത്തു നിന്ന് ഇറങ്ങി ക്രോസ് ചെയ്ത് റോഡിൻ്റെ നടുക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. ചേട്ടൻ കാട്ടിക്കുളത്ത് നിന്ന് പനവല്ലി ഇങ്ങോട്ട് പോവുകയായിരുന്നു. പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം കണ്ടത്. ആനയെ കണ്ട് പെട്ടെന്ന് ആന ഈ ഒരു വഴിക്ക് നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടാണ് ഇവിടെ റോഡിൻ്റെ ഇവിടെ ഭാഗത്തുനിന്നായിരുന്നു. ആന താഴേക്ക് ഇറങ്ങി പോകുന്നത് കണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പോയി എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ആന പോയി എന്ന് വിചാരിച്ച് മുന്നോട്ടെടുത്തപ്പോഴാണ് ആന ഈ ഭാഗത്തുനിന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ നേരെ പാഞ്ഞ് കയറി വരികയായിരുന്നു. അങ്ങനെ കയറി വന്നാണ് അദ്ദേഹത്തിൻ്റെ ബൈക്ക് ഇത്തരത്തിൽ തകർത്ത് കേട്ടോ. ബുള്ളറ്റിൻ്റെ കോലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന വഴിക്ക് ഏകദേശം ഒരു 12-12:30 ആയിട്ടുണ്ടാവും. ആ സമയത്ത് വീടിൻ്റെ അടുത്ത് എത്താനായി. അപ്പോൾ ആനനെ വഴിക്ക് വ്യക്തമായി കണ്ടു. കണ്ടിട്ട് ഞാൻ ആനനെ കണ്ടപ്പോൾ വണ്ടി അവിടെ നിർത്തി കഴിയുമ്പോൾ ജസ്റ്റ് നമ്മൾ സാധാരണ ആനനെ കാണുമ്പോൾ ഡിമ്മൊക്കെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഫോണടിക്കും. ആനയാണെങ്കിലും കാട്ടാണെങ്കിൽ താഴേക്ക് മാറുന്നതാണ് സാധാരണ. പക്ഷെ ഇന്നലെ താഴേക്ക് മാറിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് മാറിയപ്പോൾ ഞാൻ വെച്ചു താഴേക്ക് പോയി ചോദിച്ചു. ഞാൻ നല്ല വണ്ടി എടുത്ത് അത് സ്പീഡിലൊന്നല്ല, ജസ്റ്റ് സൈഡിൽ കൂടെ അപ്പുറ സൈഡിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ നല്ല വരുമ്പോൾ ഈ സാധനം റോഡിന് വേണ്ടി താഴേക്ക് പോയായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപാട് ഞാൻ നോക്കുമ്പോൾ എന്റെ മുന്നിൽ ഇത് അവിടുന്ന് കാപ്പിച്ചെടിയും പൊട്ടിച്ചുകൊണ്ട് ഒരൊറ്റ വരുത്താണ്ട് വന്നു കഴിഞ്ഞിട്ട് ഫ്രണ്ടില് ഈ സാധനം നിൽക്കുന്നു. നന്നായിട്ട് എന്നെ തുമ്പിക്കൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് വണ്ടി റോഡ് ക്രോസ് ആയിരുന്നപ്പോൾ എനിക്ക് പോകാൻ വഴിയില്ലായിരുന്നു. അപ്പുറത്തെ വഴി കാടും. അങ്ങനെ ഞാൻ തുമ്പിക്കൊണ്ട് പിടിക്കാൻ നോക്കുമ്പോൾ ഞാൻ എടുത്ത് ഇങ്ങോട്ട് ചാടിക്കുമ്പോൾ നേരെ വണ്ടി വിട്ട് ഞാൻ എൻ്റെ അടുത്തേക്ക് ബൈക്ക് കൂടെ വന്ന് പിന്നെ എന്നെ 3 പ്രാവശ്യം ചവിട്ടാൻ നോക്കിയപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷോട്ടാണ്. അപ്പോൾ ചവിട്ടാൻ നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ സ്ട്രീറ്റ് ആയിട്ടുള്ളത് ഇത് ചവിട്ടുന്ന കറക്റ്റ് ഇത് ഭാഗ്യം കൊണ്ട് ഞാൻ കണ്ണ് തുറന്നിട്ടുണ്ട്. കണ്ണ് കറക്റ്റായി കാണാൻ പറ്റും ചവിട്ടുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ബാക്കോട്ട് എന്നെ ചവിട്ടുന്നു. ഇതിങ്ങനെ അമക്കുമായിരുന്നു ചവിട്ടിട്ട്, പിന്നെ എടുത്ത് ചവിട്ടുന്നില്ല, ഇങ്ങനെ അമക്കുമായിരുന്നു. 3 പ്രാവശ്യത്തോളം ചവിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വന്നിട്ട് തലയിലേക്ക് ചവിട്ടിയപ്പോൾ ഞാൻ തലയിൽ ബാക്കോട്ട് വെട്ടിയപ്പോൾ കറക്റ്റ് ഹെൽമെറ്റ് ഇവിടെ ഉണ്ട്. അറിയാതെ അതിന്റെ ചെവിയുടെ ഇവിടെ നമുക്ക് ചെവിയിലെ ബുള്ളറ്റിന്റെ ഹെൽമെറ്റാണ്. ഇത്രയും പവർ ഹെൽമെറ്റിന്റെ ഇവിടെ പൊട്ടി അവരുടെ ഗ്ലാസ് കംപ്ലീറ്റ് പൊട്ടി നടുവെ പൊട്ടിപ്പോയപ്പോൾ ഈ ഹെൽമെറ്റ് കംപ്ലീറ്റ് അപ്പമലിനെ കോടി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് പിന്നെ അപ്പൊ ഇത് വിചാരിച്ചു എന്തെങ്കിലും സത്യം വെച്ചാൽ ഇത് പൊട്ടിയപ്പോൾ എന്റെ തലയിലേക്ക് പൊട്ടിയെന്ന് വെച്ചാൽ മുകളിൽ നല്ല മാറി അടുത്ത വലിയ ചിന്നമണി വിളിച്ചിട്ട് നേരെ ഒരു വണ്ടിയിലെത്തിയപ്പോൾ ഞാൻ നല്ല കുറച്ച് വണ്ടിയുടെ ഗുസ്തി ഞാൻ നല്ല അവിടെ എണീച്ച് ഓടുകയുണ്ടായി. ഓടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ഒരാളെ വിളിച്ച് മാഞ്ചേരിന്ന് ആൾ വന്ന് എന്റെ കൂട്ടുകാരുണ്ടാളെ വിളിച്ച് ഏകദേശം വന്ന് നമ്മൾ അവിടെ കൂടെ പേടിയായിരുന്നു. ഏകദേശം 2 മണിയായപ്പോൾ സ്പോട്ടിൽ പോയി. അപ്പൊ ഞാനും ആയും തമ്മിലുള്ള ഗുസ്തി എന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു തൊന്നേരം നടന്ന സംഭവമാണ്. വണ്ടി നിൽക്കുന്ന കറക്റ്റ് റോട്ടിലാണ്. റോട്ടിൽ നിന്ന് വണ്ടി എല്ലാം കൂടി എന്താ പറയാ അത് ചവിട്ടിയ പാടുക വണ്ടി മൊത്തം ഇല്ലാണ്ടായി കാണും. ടാങ്കൊക്കെ ചവിട്ടി എന്നെ ചവിട്ടി കളിക്കും. പക്ഷെ ഭാഗ്യം കൊണ്ട് എന്തൊരു ഭാഗ്യം കൊണ്ട് രക്ഷോട്ടാണ്. ഇതിനു മുമ്പും കാണലുണ്ട്. ഇതിനു മുമ്പ് ആനനെ കാണുന്നുണ്ട്, ആനയെ കാട്ടിങ് ഒക്കെ വഴിക്ക് കാണാറുണ്ട്. പക്ഷെ നമ്മള് ഒരു എന്താ പറയാ ആനയെ ഒപ്പവാടി കഴിയുമ്പോൾ എല്ലാ വഴിക്കും ആനയെ കാണാറുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ആനയെ പോകുമ്പോൾ നമ്മൾ ഉപദ്രവിക്കാവോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ആനയാണെങ്കിലും കാട്ടിയാണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറ്റിട്ട് അടിക്കോ അല്ലെങ്കിൽ ഓണടിച്ച് ചെയ്താൽ ആന ജസ്റ്റ് താഴേക്ക് മാറും, പിന്നെ തിരിച്ചു വരാം. പക്ഷെ ഇത് ഭയങ്കര ഉപദ്രവമായിട്ടുള്ള ആനയാണ്. പക്ഷെ ആനയ്ക്ക് കൊമ്പോ കാര്യങ്ങളല്ല. പക്ഷെ അതായിട്ട് കൊമ്പനാണെങ്കിൽ തീർന്നാണ്. കാരണം ആദ്യം ഒന്ന് കുത്തുവാണിത്. കുത്തിയപ്പം ഇത് ഞാൻ പേപ്പറിനനുസരിച്ച് ഇത് കുത്തുന്ന മണ്ണിലാണ് കുത്തി തന്നെ അമുക്ക് പറയുന്നത്. അത് കാലുകൊണ്ട് ചവിട്ടിട്ട് കാലുകൊണ്ട് അമുക്ക് വരുന്നത്. കാരണം ചവിട്ടുമ്പോൾ ഞാൻ കാണുന്നതുകൊണ്ടാണ് പേപ്പറിടുന്നത്. അത് പിന്നെ അമുക്ക് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇവിടെ എന്താ പറയാ അമക്കില് ജസ്റ്റ് മുകളിലൂടെ കംപ്ലീറ്റ് ശരിക്കും മൊത്തം അമക്കിടത്തൊക്കെ കാലിന്റെ ഇവിടെയാണെങ്കിലും അതുപോലെ ഈ മൊത്തമാണല്ലോ കംപ്ലീറ്റ് വേദന. അപ്പൊ ഞാനിപ്പോ എന്താ പറയാ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോവാണ്, ഈ സ്കാനിങ് പോകണം. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നമ്മളിപ്പോ ഇത്രയും ആൾക്കാരും എല്ലാ ആൾക്കാരും രാത്രിയും പോലെ പോകുന്ന വഴിയാണ്. അപ്പൊ എന്തൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വേറെ വാഹനം വന്നിട്ടാണോ അവിടുന്ന് ഓടിയത്? അത് എങ്ങനെയാ? ഇല്ല, വേറെ വാഹനം വന്നിട്ടില്ല. ആന അവിടുന്ന് മാറി എന്റെ വാഹനത്തിലേക്ക് പോയി പിടിക്കുന്നവർക്ക് കുറച്ചു കഴിയുമ്പോൾ ഞാൻ ഇത് വന്നിട്ട് ഞാൻ അവിടുന്ന് ഇടിച്ചു ഓടുകയാണ്. അപ്പൊ പിന്നെ തിരിച്ച് നമ്മൾ 2 മണിയായപ്പോൾ തിരിച്ചു വന്ന് വണ്ടിയുടെ അവസ്ഥ നോക്കുമ്പോൾ വണ്ടിയുടെ പരിതാവസ്ഥ എന്റെ ഓയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പോയി നിൽക്കുന്നു. വണ്ടി കൂട്ടം തന്നെയാണ് ചെയ്യുന്നത്, വണ്ടി ചെയ്തില്ല. പക്ഷെ ഞാൻ നിൽക്കുന്ന ഞാനും അതിന് നമ്മൾ ഗുസ്തി വിളിച്ച സ്ഥലം കണ്ടു കഴിഞ്ഞാൽ എന്തോ തുന്നേന്ന് വിളിച്ച സ്ഥലം കണ്ടോ. ശരിക്കും പനവല്ലി റോട്ടില് ഏത് സമയം മുതൽ ആന ഇറങ്ങുന്ന ഏത് സമയം മുതലാണ്?
രാത്രി സമയമൊന്നുമില്ല. കാരണം പകലാണല്ലോ ആന ഇറങ്ങിയ ചരിത്രമുണ്ട്. എപ്പോഴും ആന ഇറങ്ങിയിട്ട് എപ്പോഴും ആന പ്രതീക്ഷിക്കും. അങ്ങനെയുണ്ട്. പക്ഷെ അവിടെ ഫെൻസിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നേരെ നോക്കാത്തിരിക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് വരുന്നത്. ഫെൻസ് പൊട്ടിക്കിടക്കാണ്. ഫെൻസിങ് പൊട്ടിക്കിടക്കുന്ന പൊട്ടിക്കിടക്കുന്നല്ല പറയും. അങ്ങനത്തെ ഒരു അസുഖം കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. കാരണം പകലാണെങ്കിലും ആന ഉണ്ടാവും, കാട്ടി ഉണ്ടാവും. കാട്ടിയെ തോട്ടത്തിലൊക്കെ കംപ്ലീറ്റ് ഇവിടെ പൊടിച്ചോട്ട് ഇങ്ങോട്ട് നമ്മുടെ വീട്ടിനടുത്തൊക്കെ കാട്ടി 3-4 കാട്ടി തോട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഈ കാട്ടിനെ നമ്മൾ കാണുമ്പോൾ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ നിർത്തി കൊടുത്താൽ അതിന്റെ വീട്ടിലെ കാട്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരാം. പക്ഷെ അത് ഉത്തരവാദിയല്ല. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വരുന്നത്. കാരണം ഞാൻ വരുന്ന സമയത്ത് അധികവും ഇങ്ങനെ ഇതിനു മുമ്പും ആളുകൾക്ക് അപകടം സംഭവിച്ചിട്ടില്ലേ? അപകടം ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട്. ആന തകർത്ത് കേട്ടോ, മൊത്തത്തിൽ നല്ല രീതിയിൽ ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ട്. കൊമ്പില്ലായിരുന്നു എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഒരുപക്ഷെ മോഴയാനയോ അല്ലെങ്കിൽ പിടിയാനയോ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കണ്ടോ, നല്ല രീതിയിലുള്ള ഡാമേജ് ഉണ്ട് കേട്ടോ. അത് ഹാൻഡിലൊക്കെ വളഞ്ഞ് പോയിട്ടുണ്ട്. ആനയുടെ മേത്ത ചെളിയാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് കേട്ടോ. ടാങ്ക് കംപ്ലീറ്റ് കുത്തിച്ചളുക്കി കണ്ടോ, ടാങ്കൊക്കെ ചളുങ്ങി പോയിട്ടുണ്ട് കംപ്ലീറ്റ്. ഇതൊക്കെ ആന തുമ്പിക്കൈ വെച്ച് അമർത്തി ചവിട്ടിയതൊക്കെയാണ്. ഇതാ ഇവിടെ വളഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വണ്ടിക്ക് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ബുള്ളറ്റ് ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും ബാക്കി നിന്നത് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഇതൊരു സ്കൂട്ടിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ എൻജിൻ മാത്രമേ ബാക്കി കാണുള്ളൂ. അതിൻ്റെ കാരണം ബുള്ളറ്റിന് അത്യാവശ്യം വണ്ടിക്ക് ബോഡിക്ക് ഒരു പവറൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും പിടിച്ച് നിന്നത് കേട്ടോ. സീറ്റൊക്കെ എല്ലാം ഇതൊക്കെ ചവിട്ടിയ പാടുകളും തുമ്പിക്കൈ കൊണ്ട് കുത്തിയ പാടുകളും ഒക്കെയാണ്, അമർത്തിയ പാടുകളൊക്കെയാണ്. ഏതായാലും വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഡാമേജ് ഉണ്ട് കേട്ടോ. അതിൽ അദ്ദേഹം വണ്ടി എടുത്തിട്ടില്ല. ഇവിടെയൊക്കെ ഓയിലും കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ വീണ് കിടപ്പുണ്ട്. ഇവിടെയൊക്കെ വണ്ടി ഇട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നിരക്കേൻ്റെ പാടുകളൊക്കെ കാണാം റോട്ടിലൊക്കെ. ഇവിടെ ആനയുടെ കാൽപ്പാടുകൾ ഇതാ റോട്ടിലൊക്കെ നമുക്ക് ആനയുടെ കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെയൊക്കെ കാണാം. ഈ ഒരു വഴിക്ക് നിന്നാണ് ആന ഇറങ്ങി വന്നത്. അതുപോലെ ഇവിടുന്ന് ഇറങ്ങി വന്നിട്ട് ആനതേ ഇതാ ഇവിടെയൊക്കെ കാൽപ്പാടുകളൊക്കെ കാണാം. ഇവിടുന്ന് നേരെ ഇങ്ങനെ ഇറങ്ങി ഇതാ ഇവിടെയും കാൽപ്പാട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് പോയി. ഈ കാപ്പിയൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും കാപ്പികളൊക്കെ ഒടിഞ്ഞ് നിൽക്കുന്ന രംഗമൊക്കെ കാണാം. ഈ കാപ്പിത്തോട്ടത്തിൽ കൂടെയാണ് ആന പോയതുണ്ടോ. കാപ്പിയുടെ കൊമ്പൊക്കെ ഒടിഞ്ഞ് കിടക്കുന്ന കാണാം. അവിടെയുണ്ട് കണ്ടോ, പല സ്ഥലങ്ങളിലും കാപ്പിയുടെ കൊമ്പ് ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആന ഇങ്ങോട്ട് പോയി എന്ന് ഓർത്തുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും മുന്നോട്ടെടുത്തത്. അപ്പോഴാണ് ആന വീണ്ടും പാഞ്ഞ് കയറി ഇങ്ങോട്ട് വരികയായിരുന്നു. കയറി വന്ന വരവിനുള്ള ചവിട്ടൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അതിലും വളരെ ഭീകരമായൊരു സംഭവം തന്നെയാണ്. പക്ഷേ തലനാരിഴയ്ക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് കുറച്ച് സമയം അദ്ദേഹം ആനയായിട്ട് ഒരു സംഘടന അവിടെ നടന്നിട്ടുണ്ട്. ആന അദ്ദേഹത്തെ തുമ്പിക്കൈ കൊണ്ട് അമർത്താനും ഞെക്കാനും ഒക്കെ നോക്കിയിട്ടുണ്ട്, ചവിട്ടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചവിട്ട് കൊണ്ടിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെൽമറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല നമുക്കതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും വളരെ ഭാഗ്യം കൊണ്ട് തന്നെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഈ വഴിക്കൊക്കെ ഒത്തിരി ആളുകൾ കാട്ടിക്കുളത്തുനിന്നും പനവല്ലിയിലേക്കും അതുപോലെ തന്നെ തിരുനെല്ലി ഭാഗത്തേക്കും അപ്പപ്പാറ ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന ഒരു വഴിയും കൂടെയാണ്. രാത്രി സമയത്ത് പലപ്പോഴും ആളുകൾ ആനയുടെയൊക്കെ മുമ്പിൽ പെടാറുണ്ട്. പക്ഷേ ഏതായാലും അദ്ദേഹം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. വണ്ടിയുടെ ചില്ലും കണ്ണാടിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഗിയറിൻ്റെ ലിവർ അടക്കം പോയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഗിയറിൻ്റെ ലിവറൊക്കെ പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളേതായാലും ആ ഒരു പ്രദേശം കണ്ടു, ആ ഒരു വണ്ടി കിടക്കുന്ന ഒരു കിടപ്പ് കണ്ടു. അതുപോലെ തന്നെ അദ്ദേഹം ഹരീഷ് എന്ന് പറയുന്ന ആ ചേട്ടൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടു. വളരെ ഭീകരമായ ഒരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് അദ്ദേഹം കടന്നു പോയത്. തലനാരിഴയ്ക്ക് തന്നെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആനയും അദ്ദേഹമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു മൽപ്പിടുത്തം പോലും റോഡിൽ വെച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ ഭാഗ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ വഴിക്കോടെയൊക്കെ യാത്ര ചെയ്യുന്നവർ പലപ്പോഴും ആനയുടെ മുമ്പിലൊക്കെ പെടാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. കേരളത്തിലുടനീളം എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാട്ടാന മൂലമുള്ള ആക്രമണങ്ങൾ, ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടി വരികയാണ്. പ്രത്യേകിച്ച് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് വലിയൊരു വിഷയം തന്നെയാണ്.
ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാട്ടിലൂടെ പോകുമ്പോൾ ഒരു ആന ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല, അത് കാട് മൃഗങ്ങളുടെയാണ്. പക്ഷേ നാട്ടിലൂടെ പോലും മനുഷ്യർക്ക് ഇപ്പോൾ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർത്തും ദൗർഭാഗ്യകരം തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം എന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. ആളുകൾക്ക് സൗകര്യമായിട്ട് നടക്കാനുള്ളൊരു അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കണം. വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നൊക്കെ തന്നെയാണ് നാട്ടുകാർക്കും പറയാനുള്ളത് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോകൾ കാണിക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.